പ്രവർത്തനങ്ങളുടെ വാർഷിക മീറ്റിംഗായി കൂടി വരുവാൻ കർത്താവ് ഇന്ന് വൈകിയ സമയം ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. ചില പ്രോഗ്രാമുകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായും ദൈവനാമ മഹത്വത്തിനായും നടത്തപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ തക്കോണം ഇടയായി തീരുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ ആ ലേഖനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലേഖനങ്ങൾ എഴുതുന്നത്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്ത് കർത്താവിന്റെ ആലോചനകൾ പകർന്നിട്ടുണ്ട്. ഭാര്യമാർക്ക് ആലോചനകൾ കൊടുക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-6 അധ്യായങ്ങളിൽ നാം കാണുമ്പോൾ അവൻ ഭാര്യമാരെ എന്ന് അവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ചില ആലോചനകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്, ചില ആലോചനകൾ അവിടെ കൊടുക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന് പൗലോസ് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. അപ്പോൾ മക്കളെ എന്ന് സംബോധന ചെയ്ത ശേഷം പിന്നെ അടുത്ത് കൊടുക്കുന്നത് പിതാക്കന്മാരോടാണ്. പിതാക്കന്മാരോട് പൗലോസ് ഓർപ്പിക്കുന്നു, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവാനായി പിതാക്കന്മാരോട് പറയുകയാണ്. അത് കഴിഞ്ഞ് ദാസന്മാരോട് പറയുന്ന ഒരു പ്രബോധന വാക്യം അതിനുശേഷമുണ്ട്. ദാസന്മാരോട് പറഞ്ഞ ശേഷം പിന്നെ യജമാനന്മാരെ എന്ന് വിളിച്ച് അവർക്കും ചില പ്രബോധനങ്ങൾ കൊടുക്കുന്നുണ്ട്. സഭാപ്രസംഗി 11-ാം അധ്യായത്തിലാണല്ലോ, 10-ലുണ്ട്. യൗവനക്കാരോട് ചില ദൂതുകൾ കൊടുക്കുന്നുണ്ട്. യൗവനക്കാരനെ കുറിച്ച് വിളിച്ചു പറയുന്നു, യൗവനക്കാര എന്ത് ചെയ്യുക, നിനക്ക് ബോധിച്ച വഴിയിൽ നീ നടന്നുകൊള്ളുക എന്നവിടെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം എടുത്തെങ്കിലും വായിച്ചാട്ടെ. ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. ഇവയൊക്കെ നിമിത്തം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യൗവനക്കാര എന്ന് പറയുമ്പോൾ ഇതിനകത്ത് യൗവനക്കാരത്തികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് പറയുന്നു, നീ സന്തോഷിച്ചോ, പക്ഷേ നീ ആനന്ദിച്ചോ, നിനക്ക് ഇഷ്ടമുള്ള വഴിയിൽ കൂടിയൊക്കെ പൊയ്ക്കോ. എന്നാൽ ഒരു ദിവസം നിന്നെ ന്യായവിസ്താര സഭയിൽ വരുത്തും എന്നോട് ഓർത്തുകൊള്ളണമെന്നാണ് യൗവനക്കാരായ സഹോദരിമാരോടും സഹോദരന്മാരോടും ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത്. 12-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ പറയുന്നു, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളും. എന്നാൽ മടങ്ങി എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് യജമാനന്മാർ, ദാസന്മാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പിന്നെ യൗവനക്കാർ എല്ലാവരും ഉൾപ്പെടുത്തി